ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 1, വിശുദ്ധ ജസ്റ്റിൻ്റെ തിരുനാൾ. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സിക്കോ എന്ന പ്രദേശത്ത് ഒരു സമസ്റ്റൻ കുടുംബത്തിൽ ജനിച്ച ജസ്റ്റിൻ പ്ലേറ്റോ തുടങ്ങിയ തത്വശാസ്ത്രജ്ഞന്മാരുടെ ഗ്രന്ഥങ്ങളെല്ലാം ശ്രദ്ധാപൂർവം പഠിച്ചിട്ടും സ്രഷ്ടാവിനെ പറ്റി ഒന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു ദിവ്യന്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനാപൂർവം അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി. 133-ൽ 30-ാമത്തെ വയസ്സിൽ ജസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. രക്തസാക്ഷികളുടെ മാതൃകയാണ് ജസ്റ്റിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. തനിക്ക് ലഭിച്ച വരം മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന് കരുതി അദ്ദേഹം റോമിൽ പോയി ക്രിസ്തുമതം പഠിപ്പിച്ചു. അവിടെ വച്ച് വിശ്വാസത്തിൻ്റെ നീതീകരണമായ ഒരു ഗ്രന്ഥം എഴുതി. ഒരു വൈദികൻ നിശ്ചിത പ്രാർത്ഥനകൾ ചൊല്ലി അപ്പവും വീഞ്ഞും ജനങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുന്ന നിമിഷത്തിൽ ഈ ഭൗതിക വസ്തുക്കൾ ദിവ്യ വചസ്സുകളുടെ ശക്തിയാൽ അവതീർണനായ വചനത്തിൻ്റെ മാംസവും രക്തവുമായി തീരുന്നുവെന്ന് ജസ്റ്റിൻ തൻ്റെ 2-ാമത്തെ വിശ്വാസ നീതീകരണ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു. പാഷാണ്ഡികളായ മാർസ്യണറ്റുകൾക്കും വലന്തീനിയരുടെയും മതപീഡനത്തിനും എതിരായി എഴുതിയ ഗ്രന്ഥമാണ് ട്രിഫായോടുള്ള സംഭാഷണം. പ്രീഫെക്റ്റ് റസ്റ്റിക്കൂസ് ജസ്റ്റിനോട് ചോദിച്ചു, ഞാൻ നിന്നെ പീഡിപ്പിച്ച് കൊന്നതിനു ശേഷം നീ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നുവെന്ന് സങ്കൽപ്പിക്കുന്നുവോ? വിശുദ്ധൻ പ്രതിവചിച്ചു, സങ്കൽപ്പിക്കുകയല്ല, എനിക്കറിയാം, പൂർണ്ണ ഉറപ്പുണ്ട്. വിഗ്രഹങ്ങളെ പൂജിക്കാത്തവരെ ആദ്യം ചമ്മട്ടി കൊണ്ട് അടിക്കുക, പിന്നീട് തലവെട്ടുക. ജസ്റ്റിനും കൂട്ടരും പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, വിഗ്രഹങ്ങളെ പൂജിക്കുകയില്ല. അങ്ങനെ സമുന്നതമായ സുഹൃതങ്ങളാലും അഗാധ വിജ്ഞാനത്താലും തിരുസഭയെ അലങ്കരിച്ച ജസ്റ്റിനും കൂട്ടരും രക്തസാക്ഷിത്വ മകുടം ചൂടി. തത്വശാസ്ത്രജ്ഞന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജസ്റ്റിനെ ഞങ്ങളുടെ തെറ്റുകളും തിരുത്തി ഞങ്ങളെയും നേരായ മാർഗത്തിൽ നടത്തണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർ
ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.